ഈ ചർച്ച ഇപ്പോൾ ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവുമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. വളരെ ശുഭകരമായിട്ടുള്ളൊരു കാര്യം തന്നെ നമുക്കതിനെ വ്യാഖ്യാനിക്കാം, അതിനെ കാണാം. പക്ഷേ അമേരിക്ക സ്വാഭാവികമായും ഈ ചർച്ചയിൽ ഉടനീളം മുന്നോട്ട് വെക്കുന്ന അവരുടെ ഉപാധികളിൽ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ കൂടി സ്വാഭാവികമായി കടന്നു വരുമല്ലോ. അപ്പോൾ അമേരിക്ക അവരുടെ ഉപാധികൾ എന്ന് പറഞ്ഞു വെക്കുന്നതിൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന, അല്ലെ, ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള നീക്കുപോക്കിന്റെ അലയൊലികൾ കൂടി അതിനകത്തുണ്ടാകും. അപ്പോൾ ഇസ്രായേലിന്റെ ഒരു നിലപാട് ഇതിൽ ഏത് തരത്തിലാണ് അമേരിക്കയെ സ്വാധീനിക്കാൻ പോകുന്നത്? അതായത് ഇവിടെ ഏറ്റവും നമ്മൾ പ്രധാനമായി കാണേണ്ട ഒരു സംഗതി, ഇസ്രായേലിന്റെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രാതിനിധ്യം ഈ ചർച്ചയിൽ ഇല്ല എന്നത് തന്നെ അമേരിക്ക സ്വതന്ത്രമായി തന്നെ ഈ വിഷയത്തിൽ ഒരു നിലപാടെടുത്ത് അത് ഇസ്രായേലിനെ അറിയിക്കുക എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് കാരണം യുദ്ധത്തിന്റെ നിലവിലുള്ള ഒരു അവസ്ഥയാണ്. അതായത് യുദ്ധം എത്തി നിൽക്കുന്ന ഒരു സുപ്രധാന ഘട്ടം എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ സമ്മർദ്ദം, ലോകത്ത് ഇത്രയധികം സമ്മർദ്ദം അമേരിക്കൻ പ്രസിഡന്റും അതുപോലെ തന്നെ അവിടുത്തെ ഭരണകൂടവും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് ഹോർമുസ് കടലിൽ അടഞ്ഞു കിടക്കുമ്പോൾ ലോക സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് മേൽ അതുണ്ടാക്കി തീർക്കുന്ന അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ, അത് ഓരോ ദിവസവും അടഞ്ഞു കിടക്കുമ്പോൾ നമ്മളിപ്പോ ഈ പറയുന്ന ഈ നിമിഷം അത് തുറന്നാൽ പോലും ഒരു 2 കൊല്ലം അതിന്റെ പ്രത്യാഘാതങ്ങൾ ലോക സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് മേൽ അത് ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോ ഈ ഓരോ ദിവസവും ഇത് അടഞ്ഞു കിടക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ അമേരിക്കൻ ജനതയ്ക്ക് അടക്കം അതാണ് ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം യുദ്ധം ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ അമേരിക്കക്ക് അവരുടെ മുഖം തന്നെ വികൃതമാകുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ മുഖത്ത് തന്നെ ഒരു പ്രയാസം, ഈ യുദ്ധത്തിൽ ജയം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിറങ്ങിയതാണ് അമേരിക്ക. പക്ഷേ പ്രതീക്ഷിച്ചതൊന്നും അവർക്ക് അവിടെ നിന്ന് കിട്ടാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് MC നാസറിലേക്ക് തന്നെ ഒന്ന് പോവുകയാണ്. MC ചർച്ചയ്ക്കിടെ നേരത്തെ MC തന്നെ പറയുന്നുണ്ടായിരുന്നു, US-ന്റെ ഒരു വിമാനവാഹിനി കപ്പൽ ഹോർമുസ് കടലിടുക്കിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത്. അതിന് വലിയ താക്കീത് നൽകുകയാണ് ഇറാൻ സേന എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. കപ്പൽ നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും എന്ന് അമേരിക്കയോട് പറയുകയാണ്. അതിനെ തുടർന്ന് കപ്പൽ പിൻവാങ്ങി എന്നുള്ളത് തസ്നിം ന്യൂസ് ഏജൻസി, അവിടുത്തെ ഇറാനിലെ തസ്നിം ന്യൂസ് ഏജൻസി ഇപ്പോൾ ഒരു വാർത്ത നൽകുന്നുണ്ട്. അത് ഈ ചർച്ചയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു സാഹചര്യമില്ലല്ലോ. ഈ അമേരിക്കയുടെ ഈ കപ്പലിന്റെ നീക്കം അതിപ്പോൾ തടയാൻ ഇറാന് സാധിച്ചിട്ടുണ്ടോ? മഹേഷ്, തീർച്ചയായിട്ടും വളരെ പ്രകോപനപരമായ ഒരു നടപടിയായിരുന്നു അത്. കാരണം ഒരു ചർച്ച അതിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ നേരിട്ടുള്ള ചർച്ചയിലേക്ക് കടക്കുന്നതിന് അല്പം മുമ്പാണ് ഇത്തരമൊരു നീക്കമുണ്ടായത്. ഹോർമുസ് കടലിടുക്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിമാനവാഹിനി കപ്പൽ നീങ്ങുന്ന വിവരം ലഭിച്ച ഉടൻ തന്നെ ഇറാൻ സേന മുന്നറിയിപ്പ് നൽകി, അരമണിക്കൂർ സമയം നൽകി. അരമണിക്കൂറിനുള്ളിൽ പിൻവാങ്ങിയിട്ടില്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കുമെന്ന് കപ്പലിന് മുന്നറിയിപ്പ് നൽകി. തുടർന്നാണ് ഈ വിവരം അടിയന്തരമായി ഇസ്ലാമാബാദിലുള്ള പാർലമെന്റ് സ്പീക്കറുടെ നേതൃത്വത്തിലുള്ള ഇറാൻ സംഘത്തിന് കൈമാറിയത്. ഇറാൻ സംഘം അത് പാകിസ്ഥാൻ മുഖേന അമേരിക്കയെ അറിയിക്കുകയും ചെയ്തു. അടിയന്തരമായിട്ട് കപ്പലിനോട് പിൻവാങ്ങാൻ ആവശ്യപ്പെടണം, അതല്ല എങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് പറഞ്ഞു. തുടർന്നാണ് ഈ കപ്പലിന്റെ പിൻവാങ്ങുന്ന ഒരു അവസരം ഉണ്ടായിരിക്കുന്നത്. അതോടുകൂടി ആ സംഘർഷം ഒഴിവായിട്ടുണ്ട്. പക്ഷേ ഇതൊരു പ്രകോപനപരമായിട്ടുള്ള നടപടിയായി തന്നെയാണ് ഇറാൻ വിലയിരുത്തുന്നത്. കാരണം ഇത്രയും നിർണായകമായിട്ടുള്ള ഒരു ചർച്ച അട്ടിമറിക്കാൻ ഈ സൈനിക നേതൃത്വം നടത്തുന്ന നീക്കം എന്നത് ഒരു നിലക്കും അംഗീകരിക്കാനാവില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി ഇറാൻ മാധ്യമങ്ങളിലൂടെ, തസ്നീം ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികളോടെ ഇറാൻ അധികൃതർ നൽകുന്നുണ്ട്. മഹേഷ്, ഓക്കെ, അതാണ് നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്. എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ഇസ്ലാമാബാദിലെ ചർച്ചയിലേക്ക് ലോകം ഉറ്റുനോക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം ഉറ്റുനോക്കുകയാണ്. കാരണം ഈ സംഘർഷത്തിൻ്റെ കെടുതികളിൽ അത്രയും അത് ഏൽക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെ കൂടിയാണ് എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഗൾഫ് രാജ്യങ്ങളും ഈ ചർച്ചയുടെ റിസൾട്ട് വളരെ പോസിറ്റീവായി നിൽക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകും. ഏതൊക്കെ തരത്തിലായിരിക്കും അവരുടെ ഇടപെടൽ എന്നുകൂടി അറിയേണ്ടതുണ്ട്. എന്നാലും വരും മണിക്കൂറുകളിൽ ഈ വാർത്തകളിലേക്ക് തന്നെ വരാം. എന്നാലും വളരെ നിർണായകമായ തീരുമാനങ്ങൾ, ശുഭകരമായിട്ടുള്ള ഒരു പര്യവസാനം ഈ ചർച്ചയ്ക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. 2 ആഴ്ച കാലത്തേക്കുള്ള വെടിനിർത്തൽ ഒരു പക്ഷേ സമ്പൂർണ്ണ വെടിനിർത്തലിലേക്ക് പോവുകയും അത് പിന്മാറാനുള്ള തീരുമാനം അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഹോർമുസ് തുറക്കാൻ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നീക്കുപോക്കുകളൊക്കെ ഉണ്ടായാൽ ഒരു പക്ഷേ ലോകം പഴയ രീതിയിലേക്ക്, പശ്ചിമേഷ്യ പഴയ രീതിയിലേക്ക് പോകും. അങ്ങനെ പോകേണ്ടതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനിവാര്യമാകുന്നു എന്നുള്ളത് കൂടി ഈ ചർച്ചയെ അതിന്റെ പ്രാധാന്യം കൂട്ടുന്നത് കൂടിയാണ്.